വാഹനം ഓടിക്കുന്നവരെ ശ്രദ്ധയ്ക്ക്. നമ്മൾ ഭയങ്കര തിരക്കുള്ളവരാ, എല്ലാവർക്കും ഭയങ്കര തിരക്കാണ്. പ്രശ്നം മനസ്സിലായുണ്ടോ? മരണം നമ്മളെ വാതൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര തിരക്കാണ്. പ്രശ്നം മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളെ അശ്രദ്ധ മൂലം ഒരു 9ാം ക്ലാസ് പെൺകൊച്ച്, ഇപ്പോൾ ഒരു 10 വർഷം മുമ്പുള്ള കാര്യമാണ് കേട്ടോ. ഒരു 9ാം ക്ലാസ്സുള്ള പഠിക്കുന്ന കൊച്ചിന് ഒരു വണ്ടി ഇടിച്ചിട്ട് നടുവ് മൊത്തം തളർന്നു കിടക്കുവാണ് കേട്ടോ. അവരുടെ നടുകാണെങ്കിൽ തളർന്നു കിടക്കുക, പാവം ആ കൊച്ചിൻ്റെ. ആ വണ്ടി ഇടിച്ചിട്ട് അവർക്ക് ഇൻഷുറൻസോ എന്തോ ശകലം കിട്ടി. അതിൻ്റെ മാതാപിതാക്കളെ കഷ്ടം നിങ്ങൾ ആരും അറിയുന്നുണ്ടോ? കാരണം നിങ്ങൾക്ക് നിസ്സാരമാണ്. നിങ്ങൾ വണ്ടി ഇടിച്ചിട്ടിട്ട് പോകും, ഇൻഷുറൻസ് കിട്ടും, ആ പെങ്കൊച്ചിൻ്റെ ജീവിതം പോക്കും. അതുപോലെ ഈ ബസ്സുകാർ ശ്രദ്ധിക്കാം, എല്ലാ ബസ്സുകാരും ശ്രദ്ധിക്കുക. കാരണം പറഞ്ഞല്ല, ബസ്സുകാർ ഇതിലുണ്ടെങ്കിൽ ഒരു അമ്മച്ചി കഴിഞ്ഞ ആഴ്ച ഇതേപോലെ തന്നെ വണ്ടി ഒരുപാടുണ്ട്. വണ്ടി കയറുമ്പോൾ തന്നെ കണ്ടക്ടർ വിസിലടിക്കില്ല, ഒന്നും ബെല്ലടിക്കലും. പറഞ്ഞ സ്ഥലമുണ്ടോ? ഡ്രൈവർമാരെ ശ്രദ്ധിക്കുക മക്കളെ. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യാത്രക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്രക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശമ്പളം കിട്ടുള്ളൂ. ഒരു ഹോട്ടലിലായാലും ഏത് സ്ഥാപനത്തിലായാലും ആ സ്ഥാപനത്തിൽ ആൾക്കാർ വന്നാലേ നമുക്ക് ശമ്പളം കിട്ടുള്ളൂ. അപ്പം യാത്രക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അന്നദാനമാണ്. ഏത് യാത്ര നിങ്ങളെ ശത്രുവായിരിക്കും യാത്ര. ആ യാത്രക്കാർ നിങ്ങളെ അന്നദാനം എന്ന് പറഞ്ഞ് ഓർത്തോളുക. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. കാരണം പറഞ്ഞല്ല, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വണ്ടി ഓടിക്കുക. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? കാരണം വേറെ ഒന്നല്ല, നമുക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ ഒരെണ്ണേ ഉള്ളൂ. നിങ്ങൾക്ക് മനഃപൂർവ്വമില്ലാത്ത കേസെടുക്കും. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളങ്ങ് പോകും. നമ്മൾ ഒരു കാര്യം ഓർക്കുക, യാത്രക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നദാനമാണ്. ആ യാത്രക്കാരില്ലെങ്കിൽ ആ ബസ് ഓടൂല, ഒരു സ്ഥാപനം ഓടൂല, ഒരു ആൾക്കാർ വന്നില്ലെങ്കിൽ ആ സ്ഥാപനം ഓടൂല. കാരണം വേറെന്നല്ല, അവരാണ് നമ്മുടെ ജീവൻ. യാത്രക്കാരാണ് നമ്മുടെ ജീവൻ. അവർ ആ ജീവനെ നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് പോകാം. ഇനി സ്കൂൾ ബസ് ഓടിക്കുന്നവരായിട്ട് ഏതാ സ്പീഡിലാണ് ഓടുന്നത്? ഇതിന് നമ്മൾ ഞാനിപ്പോൾ എന്താ പറയുക, പ്രതികരിക്കുന്നതിനില്ല. നമ്മൾ ഇപ്പോൾ കാര്യം പറയുവാണ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഞാനിത് നിങ്ങളത്തെ കാര്യം പറയുന്നതുള്ളൂ, അല്ലാതെ വേറെ നിങ്ങളായിട്ട് വേറൊരു ശത്രുതയില്ല. കാരണം 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് എത്താനുള്ളത് നിങ്ങൾ 3 മിനിറ്റ് കൊണ്ട് എത്താൻ നോക്കും. അതാണ് അപകടക സ്ഥാനം. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ജീവിതം ഒന്നേ ഉള്ളൂ, അത് നമുക്ക് ജീവിച്ച് തീർക്കണം. എല്ലാവരുടെ പറഞ്ഞ രാത്രിയാവുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ ഒന്ന് ശ്രദ്ധിക്കുക. രാത്രിയാവുമ്പോൾ ഈ സ്കൂട്ടറിൽ നമ്മൾ യാത്ര ചെയ്യണം. സ്കൂട്ടറിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന വണ്ടിക്കാർ ഒറ്റ ഒരെണ്ണം ഡിമ്മടിക്കുന്നില്ല. കാരണം പറഞ്ഞല്ല, അവർ 50 ലക്ഷത്തിൻ്റെ വണ്ടിയും കൊണ്ട് അവർ വിട്ടു പോവാ. വേണമെങ്കിൽ 50,000 രൂപയുടെ സ്കൂട്ടറും കൊണ്ട് നീ ഒഴുകി പൊക്കോളണം. അത് ഒറ്റ ഓവർടേക്ക് ചെയ്തെന്ന ഈ സ്കൂട്ടറുകാരുടെ കാര്യം പോക്കാം. ഒരു ഡിമ്മടിക്കാൻ പഠിക്കില്ലേ നിങ്ങൾക്ക്? ഡിമ്മടിക്കണമെന്നേ. ഡിമ്മടിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ ജീവിതം പോക്കല്ലേ. നിങ്ങൾക്ക് അവിടെ വരെ എത്തണമെങ്കിൽ അരമണിക്കൂർ കൊണ്ട് എത്തിയാൽ മതി. ഇന്ന് എന്താണ് നിങ്ങൾ ഓടിക്കുന്നത്? ഒരു പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓട്ടം തന്നെ സ്പീഡ് കൂട്ടുക. പറഞ്ഞ മനസ്സിലാവുള്ള സ്കൂട്ടറുകാരും ശ്രദ്ധിക്കുക. 2 പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ ഭയങ്കര സ്പീഡ് കൂട്ടുക, ഈ പിന്നെ സ്കൂട്ടറുകാർ. അപ്പം ഈ പെണ്ണുങ്ങളില്ലേ, പണ്ടത്തെ പെണ്ണുങ്ങളെ പോലെയല്ല കേട്ടോ. ഇന്നത്തെ പെണ്ണുങ്ങൾ ഓരോ തെറി പറയുന്നത് കേൾക്കണം. പറഞ്ഞ മനസ്സിലാവുണ്ടോ? വരിക്കൊക്കെ ചക്ക കൂഴച്ചക്കായി വീഴുന്ന തെറിയാ പറയുന്നവർ. അങ്ങനത്തെ തെറിയ ഈ പറഞ്ഞത്. ഈ നാറിയ പോളിയാടി മക്കൾ ഇങ്ങനത്തെ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ, കാരണം ഈ പിള്ളേർ പേടിച്ചു പോവാന്നേ. ഇവരുടെ നേരം കേട്ടെ പെണ്ണുങ്ങളെ മുമ്പിൽ ഷൈൻ ചെയ്യുക, ഈ നല്ല സ്പീഡിൽ പോയിട്ടുണ്ടെങ്കിൽ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നിങ്ങളെ ദൈവത്തെ ഓർത്ത് നമ്മൾ കുറച്ച് മാനേജ് ചെയ്ത് ഓടിക്കുക. കാരണം നമ്മൾ കാലിനടിയിലാണ് ബ്രേക്ക് ഇരിക്കുന്നത്, അല്ല കാലിനിടയിലല്ല കേട്ടോ. ആ ബ്രേക്ക് ഒന്ന് ചവിട്ടാൻ നോക്കുക ഇടയ്ക്കൊക്കെ. നിങ്ങൾ മൊബൈലിലൊക്കെ വർത്തമാനം പറഞ്ഞോണ്ടോ ജീവിതം കോഞ്ഞാട്ടം. നിങ്ങളെ ഭാര്യന്മാരും നിങ്ങളെ പെങ്ങന്മാരും നിങ്ങളെ മക്കളെല്ലാം നിങ്ങളെ നോക്കിയിരിക്കും. അപ്പോഴാണ് നിങ്ങൾ ഇടിച്ച് പഞ്ചറാക്കി നാശമായിട്ട് കിടക്കുക. മൊബൈലൊക്കെ ഒന്ന് നിർത്തിയിട്ടൊക്കെ എടുക്കുക. ഓക്കെ, പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, ഗുഡ് നൈറ്റ്.